വിവിധ വിഷയങ്ങളെ സംവാദാത്മകമായി പരിശോധിക്കുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ആ ജൂനിയർ ഡോക്ടറെ പിച്ചിച്ചീന്തിയ സംഭവത്തിൽ നീതിപീഠത്തിൽ നിന്നുള്ള വിധി എത്തിയിരിക്കുന്നു. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ആണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊൽക്കത്ത സിയാൽദ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. ഇവിടെ ഒരു കൊലപാതകത്തിന് തൂക്കുകയറുണ്ടാകുമ്പോൾ അവിടെ ക്രൂരമായ സ്ത്രീയുടെ മാനത്തെപ്പോലും പിച്ചിച്ചീന്തിയ ആ കൊലപാതക കേസിൽ ജീവപര്യന്തം എന്നത് മമതാ സർക്കാരിൻ്റെ പരാജയം തന്നെയാണ് എന്ന രാഷ്ട്രീയ പ്രശ്നം കൂടി അവിടെയുണ്ട്. ക്രമസമാധാന വീഴ്ച ബംഗാളിൻ്റെ വ്യാപകമായുണ്ട്. അതൊക്കെ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും വിധിയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകാം. സ്വാതി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാതി, എന്തൊക്കെയാണ് കോടതി വിധി പറഞ്ഞത്? അജിംഷാദി, കൊൽക്കത്തയിൽ ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ മുഖ്യപ്രതിയായിട്ടുള്ള സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. കൊൽക്കത്ത സിയാൽദ കോടതിയാണ് ഇന്ന് വിധി പറഞ്ഞത്. 17 ലക്ഷം സംസ്ഥാന സർക്കാർ ഇരയുടെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എന്നാൽ ഈ നഷ്ടപരിഹാരം കുടുംബം നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നീതി മതിയെന്നാണ് ഡോക്ടറുടെ കുടുംബം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ കുടുംബവും അതോടൊപ്പം CBIയും കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രതിക്ക് വധശിക്ഷ, പരമാവധി ശിക്ഷ നൽകണം, വധശിക്ഷ നൽകണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു കുടുംബവും അതോടൊപ്പം CBIയും കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് CBI കോടതിയിൽ വാദിച്ചപ്പോൾ അത്തരത്തിൽ ആ വാദത്തെ തള്ളുന്ന സ്ഥിതിയാണ്. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല. മാത്രമല്ല, പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന CBIയും കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് CBI കോടതിയിൽ വാദിച്ചപ്പോൾ അത്തരത്തിൽ ആ വാദത്തെ തള്ളുന്ന സ്ഥിതിയാണ്. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല. മാത്രമല്ല, പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന സമീപനം പറ്റില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് കോടതി എത്തുകയായിരുന്നു. അത്തരത്തിൽ ജീവപര്യന്തം എന്നുള്ളൊരു ശിക്ഷ പൂർണ്ണമായും കുടുംബത്തിന് ഒരു അതൃപ്തി ഉണ്ടാക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇയാൾ മാത്രമല്ല പ്രതി, മറ്റ് കൂട്ടുപ്രതികൾ ഇതിനോടൊപ്പം ഉണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ ആശുപത്രി ജീവനക്കാരടക്കം മറ്റ് പ്രതികൾ ഉണ്ട് എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുകയും അതിനെ സംബന്ധിച്ച തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്. എന്നാൽ അതൊക്കെയും പരിശോധിച്ച് അതിന് മതിയായ തെളിവുകൾ അടക്കം സമർപ്പിക്കുന്നതിന് വേണ്ടി ഈ CBIക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കോടതിയെ അത്തരത്തിൽ ഇത്രയും ക്രൂരമായൊരു കൊലപാതകം, ബലാത്സംഗം ഉൾപ്പെടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ, അതായത് മമതാ സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുണ്ട്. അതിനെയൊക്കെയും തീർച്ചയായും, കാരണം വലിയ പ്രതിഷേധമായിരുന്നു ഇന്ത്യയെമ്പാടും. ഒരുപക്ഷെ ബംഗാളിൽ മാത്രമല്ല, ഇന്ത്യയെമ്പാടും മമതാ സർക്കാരിൻ്റെ പ്രതിയെ സഹായിക്കുന്ന നിലപാടുകൾക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നത് കോടതിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. സ്വാതി, അതൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. കാരണം ഈ അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് കോടതി കണ്ടെത്തുന്നതിലേക്ക് നയിക്കപ്പെട്ടത് പ്രോസിക്യൂഷൻ്റെ പരാജയമാണ്. ബംഗാൾ സ്റ്റേറ്റിൻ്റെ പരാജയമാണത്. അത് ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്നത് സർക്കാരിന് എതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കോടതി നടത്തുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, 17 ലക്ഷം രൂപ സർക്കാർ തന്നെ നൽകണം, ബംഗാൾ സർക്കാർ ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകണം, വനിതാ ഡോക്ടറുടെ കുടുംബത്തിന് നൽകണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മമതാ സർക്കാരിൻ്റെ ഗൗരവമായ വീഴ്ചയും പ്രോസിക്യൂഷൻ്റെ വീഴ്ചയും ഒക്കെയാണ് പ്രതിഫലിക്കുന്നത്, അല്ലേ സ്വാതി സന്തോഷ്? തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ കോടതിയെ അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. അതിൽ വലിയ പരാജയം പ്രോസിക്യൂഷൻ ഉണ്ടായി എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ജീവപര്യന്തം ശിക്ഷയിലേക്ക് ഇത് ഒതുങ്ങി പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ രാജ്യവ്യാപകമായുള്ള പ്രതിഷേധം മമതാ സർക്കാരിനെതിരെ ഉണ്ടാകുന്നു. ഡോക്ടർമാർ അവരുടെ ജോലി സമയം പോലും മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും എല്ലാ സേവനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും ഒരു സമരത്തിലേക്ക്, നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. രാത്രിയിലടക്കം റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ പോയ കാഴ്ച. മാത്രമല്ല, ഇത് പെൺകുട്ടികളുടെ സുരക്ഷ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് തൃണമൂൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ മമതാ സർക്കാരിനെ കോടതി ഓർമ്മിപ്പിക്കുന്നു. ആ ഘട്ടം എങ്ങനെ സ്വാതി? അജിംഷാദ്, ഇന്ന് ഈ ശിക്ഷ വിധിക്കുമ്പോൾ പോലും രൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. പെൺകുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച പൂർണ്ണമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. അക്കാര്യത്തിൽ സർക്കാരിന് വീഴ്ച പറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
കൃത്യമായൊരു താക്കീത് കൂടി ഈ ഒരു വിധിക്ക് പിന്നാലെ കോടതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഈ മമതാ സർക്കാർ ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യപ്രതി സഞ്ജയ് റോയി ആണെന്നും അതിന് പിന്നിൽ മറ്റൊരാളും ഇല്ല. അതായത് അതിന്റെ പിന്നിൽ മാത്രമല്ല സിബിഐയുടെ വീഴ്ച കൂടിയുണ്ട്. CBI അഭിഭാഷകൻ പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ്. പക്ഷെ അത് തെളിയിക്കാനുള്ള തെളിവുകളിലേക്ക് CBIക്ക് പോകാനാകാത്ത പരാജയമുണ്ട്. അത് തുടക്കത്തിൽ ഒരുപക്ഷെ ബംഗാൾ പോലീസ് വരുത്തിയ വീഴ്ചയുടെ അനുരണനങ്ങളായിരിക്കാം. പക്ഷെ CBI അതിൽ നിന്ന് മോചിതമായില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു വീഴ്ച കൂടി അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. സ്വാതി സന്തോഷ്. അജിൻ സാദ്, തീർച്ചയായും അതായത് ഇത്രയും ക്രൂരമായ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയാവുന്നു, കൊല ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം നിൽക്കുമ്പോൾ തന്നെ അത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ തെളിവുകൾ ഒക്കെ തന്നെയും സമർപ്പിക്കുന്നതിൽ CBIക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ CBIയുടെ വീഴ്ച നേരത്തെ തന്നെ കോടതിയുടെ കുടുംബമടക്കം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. CBI ഈ വിഷയത്തിൽ ഈ കേസിൽ വലിയ അലംഭാവം കാണിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ പിതാവ് തുറന്നു പറഞ്ഞത്. അതിന് പിന്നാലെ അതിന് മുന്നേ തന്നെ കൊൽക്കത്ത പോലീസ് ഈ വിഷയം അന്വേഷിക്കുമ്പോൾ പോലും ഈ മുഖ്യപ്രതികൾക്ക് ഉന്നതരുമായി കൃത്യമായ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവരെ സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഈ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന മുൻ പ്രിൻസിപ്പൽ, ഈ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പളെ സംരക്ഷിക്കാൻ നോക്കുന്നു. ഈ കൊൽക്കത്തയിലെ ദേശാഭിമാനി പ്രതിനിധിയായ ശ്രീ ഗോപി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാതി, ദയവായി തുടരൂ. ശ്രീ ഗോപി, എന്താണ് ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം വലിയ ഒരു ജനസാന്ദ്രതയുള്ള പ്രദേശമെന്ന രീതിയിൽ ഉണ്ടായിരുന്നതിനെ ഇപ്പോൾ ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും ഒക്കെ ഭരിക്കുന്ന സമയത്തിൽ, രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ഞാൻ വളരെ നിഷ്പക്ഷമായ മാധ്യമ നിരീക്ഷണമാണ്, ഭരിക്കുന്ന സമയത്ത് വളരെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പല വിധത്തിലുമുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കൊണ്ടുപോയ ഒരു സംസ്ഥാനമായിരുന്നു ബംഗാൾ. എന്നാൽ മമതാ സർക്കാർ എത്തിയതിനു ശേഷം അവിടെ നടക്കുന്ന ക്രമസമാധാന വീഴ്ചകൾ, സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ഈ ബലാത്സംഗം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികളെ സംരക്ഷിക്കുന്ന ഈ സ്പെസിഫൈഡായ കേസ് തന്നെ എടുത്താൽ, ഈ ഘർ ആശുപത്രിയിലെ കേസ് തന്നെ എടുത്താൽ, അവിടെ ആദ്യഘട്ടത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്, ഇപ്പോൾ കോടതിയുടെ വിമർശനം, വധശിക്ഷ പോലും വാങ്ങിക്കൊടുക്കാനാകാതെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത്, CBIയുടെ വീഴ്ച, ഇതൊക്കെ അടയാളപ്പെടുത്തേണ്ടതില്ലേ? എന്താണ് ബംഗാൾ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കാവുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ? ശ്രീ ഗോപി. അല്ല, ഈ ഒരു സംഭവം മാത്രമല്ല, ബംഗാളില് പൊതുവില് എത്രയോ കാലം കൊണ്ട് ഇതുപോലെപ്പെട്ട എത്ര സംഭവങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. ഇതിപ്പോ അതിലൊന്നു മാത്രം അങ്ങനെ പറയാൻ കഴിയുള്ളൂ. നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ മമതാ സർക്കാർ അധികാരമേറ്റ 13 വർഷത്തിനുള്ളില് എത്രയോ സംഭവങ്ങള്, അക്രമങ്ങള്, കൊലപാതകങ്ങള് ഒക്കെ ബംഗാളിൽ ഇറങ്ങിയിരിക്കുന്നു. അതിപ്പോ ഒരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിലെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണിത്. ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസാണ് ഇത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ പ്രധാനം കാരണം തന്നെ ഇതങ്ങനെ ഒരു സ്ഥാപനത്തില്, ഒരു മെഡിക്കൽ കോളേജില് ഉള്ളിലൊരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്തപ്പെട്ട പോലെ ആദ്യം ഇത് തേച്ചു വെച്ച് കളയാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും അവരെ പിന്തുണയ്ക്കുന്ന 13 ആളുകളും ഇത് കൊണ്ടുവന്നത് മാത്രമാണ് ഇത് ദേശീയ തലത്തിലേക്ക് തന്നെ ഉയർന്നു വന്നത്. വളരെയധികം. അല്ലെങ്കിൽ ഇതും മറ്റുള്ള പല കേസുകളും ഇതും ഒരുപക്ഷെ തേച്ചുവാച്ച് പോകുമായിരുന്നു. എത്രയോ തേച്ചുവാച്ച് കളഞ്ഞിരിക്കുന്നു. അതാണ് ഈ ശ്രീ ഗോപി, ഇന്നിപ്പോൾ ഇവിടെ ഒരു വിധി നടന്നു. ഒരു പയ്യനെ, അല്ലെങ്കിൽ ഷാരോൺ എന്ന ഒരു യുവാവിനെ വിളിച്ചു വരുത്തി കൊല ചെയ്യപ്പെട്ട സംഭവം, അതിനേക്കാൾ എത്രയോ ക്രൂരതയാണ്. ക്രൂരതയ്ക്ക് അങ്ങനെ മാനദണ്ഡം വെക്കുന്നത് ശരിയല്ല. പക്ഷേ എങ്കിൽ പോലും ഒരു വനിതാ ഡോക്ടറെ അങ്ങനെ പിച്ചി ചീന്തി നമ്മളൊക്കെ വേദനിക്കുന്ന തരത്തിലേക്ക് കൊല്ലപ്പെട്ടൊരു സംഭവമാണ്. ആ സംഭവത്തിൽ ഇവിടെ വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിനും പ്രോസിക്യൂഷനും പോലീസിനുമായി. പക്ഷേ അവിടെ അതായില്ല. അത്രയേറെ മെറിറ്റ് ആ വിഷയത്തിലുണ്ടായിട്ട് പോലും അതിന് ഒരു പ്രധാന കാരണം നമ്മൾ അനുകൂലിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ എങ്കിൽ പോലും ഒരു പരമാവധി ശിക്ഷ കണ്ടെത്തി കൊടുക്കാനും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനും പരാജയപ്പെട്ടില്ലേ മമതാ സർക്കാർ? അല്ല, ഇതിപ്പോ മമതാ ബാനർജി ഇതനുസരിച്ചൊരു പ്രതികരണം ഇപ്പൊ വന്നിരിക്കുന്നു. അതായത് ഞങ്ങളല്ല കേസ്, അവര് പറഞ്ഞു ഞങ്ങളല്ല കേസ് CBI ആണ് നടത്തുന്നത്. ഞങ്ങളുടെ കയ്യിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടെ കാര്യമായിട്ട് ഇത് വാദിക്കുമായിരുന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പൊ പ്രതികരിക്കുന്നത് വലിയ തമാശയാണ്. കാരണം പ്രതിയെ പിടിക്കാൻ പോലും ഇല്ലാതെ ആവാതെ അവസാനം ഡോക്ടർമാർ, കേരളത്തിലടക്കമുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ സമരം ചെയ്ത സംഭവഘട്ടങ്ങളൊക്കെ
മമത മറക്കുന്നു, ഓർമ്മശക്തിയെ പരിഹസിക്കുകയാണ് മമത. അല്ല, ഇപ്പൊ അതാണ് CBI ആണ് കുറ്റം പറയുന്നത്. CBI വേണ്ട രീതിയിൽ കേസ് എടുത്തില്ല, അത് കോടതിയിൽ അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. സിബിഐയുടെ വീഴ്ചയുണ്ട്, അത് ശരിയാണ്. പക്ഷേ CBIയുടെ വീഴ്ച ഉള്ളപ്പോൾ തന്നെ അത് ബംഗാൾ പോലീസ് നടത്തിയ തുടക്കത്തിലുള്ള വീഴ്ചയുടെ അനുരണനങ്ങൾ കൂടിയാണ് CBIയുടെ പ്രതിഫലിച്ചതല്ലേ? ഒരു വ്യക്തമാണ്. കാരണം ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ കേസ് തേച്ചു പഴിക്കാനും ഇല്ലാതാക്കാനും അവിടുത്തെ തെളിവുകൾ നശിപ്പിക്കാനും പരമാവധി പോലീസ് ഇടപെട്ടല്ലോ. ഈ സിവിൽ വാളന്റ് സന്ധ്യ ഇത് കൊല ചെയ്ത ആള് തന്നെ പോലീസിന്റെ ഒരു ഭാഗമാണല്ലോ. സിവിൽ വാളണ്ടിയർ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഒരു ഭാഗമാണ്. പോലീസിന്റെ ഒരു വാളണ്ടിയർ ഫോഴ്സിൽ ജോലി കൊടുക്കാനും വേണ്ടി അവർക്ക് തൃണമൂലിലെ പ്രവർത്തകർക്ക് ജോലി കൊടുക്കാൻ, പോലീസ് ജോലി കൊടുക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് തന്നെ അവരുടെ ഭാഗമാണ്. അയാൾക്കായി ഈ ഭാഗത്തൊന്നും പോകേണ്ട യാതൊരു കാര്യവുമില്ല. അവിടെ ഒരു സെക്യൂരിറ്റി ജോലിക്ക് അയാളെ നിയമിച്ചിരുന്നു. പക്ഷെ അയാൾക്ക് എല്ലാ സ്ഥലത്തും, അയാൾ തൃണമൂൽ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു. അയാൾക്ക് കോളേജില് പ്രിൻസിപ്പലിന്റെ അടുത്ത് വരെ വളരെ ആക്സസ് ഉള്ള ആളായിരുന്നു. എപ്പോഴും ഏത് സ്ഥലത്തും കയറിപ്പോകാനും എല്ലാ ഡിപ്പാർട്ട്മെന്റും അങ്ങനെയാണല്ലോ ഇയാൾ കയറിപ്പോയത്. ഈ കുട്ടി ഇരുന്ന് അങ്ങനെയാണല്ലോ. അപ്പൊ അത്രത്തോളം സ്വാതന്ത്ര്യം അയാൾക്ക് അവിടെ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യമല്ല, സ്വാധീനം ഉണ്ടായിരുന്നു ഇവിടെ കടക്കാരും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അയാളത് കൊല ചെയ്യപ്പെട്ടെ. മാത്രമല്ല അയാളെ ഉപയോഗിച്ചതാണ് എന്നുള്ളത് വളരെ ഇപ്പൊ പ്രതികരിക്കുന്നില്ല. ആ രീതിയിൽ കാണുന്നത് കോടതിയുടെ വിധി വന്ന കാര്യത്തില് അങ്ങനെയാണ് പൊതുവിലൂടെ എല്ലാവരും വിശ്വസിക്കുന്നത്. ഇതിന്റെ പുറകിൽ സംഘടിതമായ ഒരു ഗ്രൂപ്പുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉള്ള സംഘടിതമായ ഒരു രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുമ്പോൾ അത് പുറത്തല്ല. ഇന്ന് ബംഗാളിൽ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുമ്പോൾ അത് ആർക്കാണെന്നുള്ളത് വ്യക്തമാണ്. വേറെ ആർക്കും അത് CPIM-നോ കോൺഗ്രസിനോ ഒന്നും അവിടെ കടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഭരണകക്ഷിക്ക് തന്നെയാണ്. അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എന്തും നടക്കാം എന്നുള്ളതാണ് ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്നത്. അത് ഈ മെഡിക്കൽ കോളേജിൽ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. മാൾഡ മെഡിക്കൽ കോളേജിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടന്നു. ബർദ്വാൻ മെഡിക്കൽ കോളേജിൽ നടന്നു. സിലിഗുരി ഉത്തർ ബംഗാൾ മെഡിക്കൽ കോളേജിൽ ഇതുപോലെ നടന്നു. പലയിടത്തും നടക്കും. പക്ഷെ ഇത് വളരെ വിവരമായ രീതിയിൽ ഉന്നത തലത്തിൽ തന്നെ കൈയുള്ള രീതിയിൽ അവിടുത്തെ പ്രിൻസിപ്പലിനെ കൊണ്ട് പങ്കാളിത്തോടുകൂടി അവിടെ പല കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ, അഴിമതി, വൻതോതിലുള്ള അഴിമതി. ഗോപി തിരിച്ചെത്താം. ഇപ്പോൾ ബൃന്ദ കാരാട്ട് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രതികരിക്കുന്നു. അതിലേക്ക് തത്സമയം ഈ വിഷയം. This rape, which was clearly not just an individual. Now, the CBI's investigation, unfortunately and regrettably, and I could say condemnably, accepted the logic of the state government that this was an individual only, and therefore the investigation itself is flawed. So undoubtedly the judgment itself will be flawed. The second aspect is this judgment shows the entirely arbitrary nature of sentencing in our country in cases of rape and murder. In Kerala, at this very time, a young woman has been sentenced to death by a Kerala court because she is found guilty of poisoning her boyfriend. So in one part of the country, a woman is sentenced to death for poisoning. That is considered the rarest of the rare. And here in Kolkata, where a girl was raped and murdered, the court does not consider this the rarest of the rare. So what are we doing? Where is the question of sentencing? So on all these grounds, I would say justice is yet to be done in the RG Kaur rape and murder case of that brave young woman, Tilottama. Comrade, also the court stated that it was not rarest of rare case. So how do you see on this? The rarest of rare cases is an entirely subjective understanding of the judge. It's exactly what I'm saying. Sentencing in this country is purely subjective. How is it that in the Bilkis Bano case, the most horrendous case, it was not found rarest of rare? How is it that in a Kerala case, a woman is sentenced to death where she has poisoned her boyfriend, and yet in the RG Kaur case, it is life imprisonment? So the issue here is the death penalty
the sentencing for the death penalty, the grounds for this, they are entirely arbitrary in this country. The CBI and also the family demanding for death penalty, but today the order is very disappointed for the family. I'm sure the family will respond in the way they will. As far as the judgment is concerned, the case is concerned, I can say with certainty that justice has not been done. വലിയ വിമർശനം ജുഡീഷ്യറിക്കെതിരായി കൂടിയുള്ള അല്ലെങ്കിൽ വിമർശനങ്ങളുണ്ട്. ജഡ്ജിനെതിരായല്ല, വിധിയിലുള്ള ആ അർത്ഥത്തിലുള്ള വിയോജിപ്പ് കൂടി ബൃന്ദ കാരാട്ട് സൂചിപ്പിക്കുകയാണ്. കാരണം വൈയക്തികമായി ജഡ്ജിക്ക് തോന്നേണ്ട ഒന്നല്ല അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നതുകൂടിയാണ് ബൃന്ദ കാരാട്ട് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ ഭരണസംബന്ധിയായ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അന്വേഷണാത്മകമായ സംഭവങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അത് കേരളത്തിലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഗ്രീഷ്മയുടെ വധശിക്ഷയും ബംഗാളിലെ ഇപ്പോഴത്തെ വിധിയും തമ്മിലുള്ള മാറ്റം എങ്ങനെ വന്നു? കേരളത്തിൽ വധശിക്ഷ വിധിക്കുന്നു, അവിടെ അപൂർവങ്ങളിൽ അപൂർവമായി ബംഗാളിലെ കേസ് കാണാനാകുന്നില്ല എന്നുള്ളതിലേക്ക് എങ്ങനെ എത്തുന്നു? അതിൽ CBIയുടെ പരാജയമുണ്ട്, മമതാ സർക്കാരിൻ്റെ പരാജയമുണ്ട്, പോലീസിൻ്റെ പരാജയമുണ്ട്. ഒപ്പം ജുഡീഷ്യറി അതിനെ ജഡ്ജിയുടെ വൈയക്തികമായ ഒരു നിരീക്ഷണമായി കാണുന്നു എന്നുള്ളതാണ്. ബിൽക്കിസ് ബാനു കേസിലും ഇതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടെത്താൻ കോടതിക്ക് കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ആ വിവേചനം അതിൽ രൂപപ്പെടുന്നത് എന്നൊരു സംശയം കൂടി മുമ്പോട്ട് വെക്കുകയാണ് ബൃന്ദ കാരാട്ട്. എന്തായിരുന്നാലും നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. ക്ഷേമ പെൻഷൻ 2 കൂടി കേരളത്തിൽ അനുവദിക്കുന്നു. 1604 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. വെള്ളിയാഴ്ച വിതരണം തുടങ്ങും. 62 ലക്ഷത്തോളം പേർക്ക് 3200 രൂപ വീതമാണ് ലഭിക്കുക. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, ഒപ്പമുണ്ട് സർക്കാർ എന്നത് തന്നെയാണ് ബോധ്യമാകുന്നത്. ഒപ്പമുണ്ട് സർക്കാർ 2 ഗഡുവാണ് ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഇടയിൽ. തീർച്ചയായും അജിംഷാദ്, ഏതായാലും ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കൃത്യമായ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ നൽകി വരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു മാസം പോലും ഈ പെൻഷൻ വിതരണത്തിൽ മുടക്കം വരുത്തിയിട്ടില്ല. അതിനൊപ്പം തന്നെ അതിന് മുൻപുള്ള കുടിശ്ശികകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കുടിശ്ശിക കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് നൽകിയിരുന്നു. രണ്ടാമത്തെ കുടിശ്ശികയും കൂടി ചേർത്താണ് ഈ മാസം 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് 1604 കോടി രൂപ അനുവദിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്ക് ലഭിക്കുക 3200 രൂപ വീതമായിരിക്കും ലഭിക്കുക. ഇതിൽ നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്, കുടിശ്ശിക നൽകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോയത് അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയായി ഒരു മാസം പോലും കുടിശ്ശിക ഉണ്ടായിട്ടില്ല. അതിന് മുൻപുള്ള കുടിശ്ശിക കൃത്യമായ രീതിയിൽ തന്നെ ഈ സാമ്പത്തിക വർഷത്തിലും അടുത്ത സാമ്പത്തിക വർഷത്തിലുമായി വിതരണം ചെയ്ത് പൂർത്തിയാക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഏതായാലും ഈ വെള്ളിയാഴ്ച മുതൽ ലഭിക്കുമ്പോൾ ഏകദേശം 26.62 ലക്ഷം പേരുടെ അക്കൗണ്ടുകളിലാണ് തുകയെത്തുന്നത്. മറ്റുള്ളവർക്ക് നേരിട്ട്, അതായത് സഹകരണ സ്ഥാപനങ്ങൾ വഴി നേരിട്ട് വീടുകളിലേക്ക് ഈ തുക എത്തിക്കുന്നതായിരിക്കും. ഏതായാലും ഈ രീതിയിൽ കൃത്യമായ രീതിയിൽ ക്ഷേമ പെൻഷന്റെ വിതരണം അത് സർക്കാർ ഉറപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. അജിംഷാദ്, ഇതിനുവേണ്ടിയാണ് 1604 കോടി രൂപ അനുവദിക്കുന്നത് അല്ലേ? തീർച്ചയായും ഇതിനുവേണ്ടി തന്നെയാണ് 1604 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത്. അതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അതായത് ഈ ക്ഷേമ പെൻഷനിൽ ഏകദേശം കേന്ദ്രത്തിന്റെ ഒരു വിഹിതം കൂടി വരുന്നുണ്ട്. അതായത് 62 ലക്ഷം ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അതിൽ 6.8 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപ വീതം കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുന്നത്. പക്ഷേ ഈ തുക അത് 2023 നവംബർ മുതൽ ഇതുവരെയായി നൽകിയിട്ടില്ല. അങ്ങനെ 419 കോടിയുടെ കുടിശ്ശിക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ തുക കൂടി സംസ്ഥാന സർക്കാർ ഇട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ സംസ്ഥാനത്ത് എല്ലാവർക്കും ഒരുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും. കാരണം ഒരാൾക്കപ്പോൾ 3200 രൂപ ലഭിക്കും. ഈ 2 ഗഡു കൂടി ചേർത്ത് 3200 രൂപയാണ് ഒരാൾക്ക് ലഭിക്കുന്നത് അല്ലേ?
തീർച്ചയായും ഒരാൾക്ക് ലഭിക്കുക 3200 രൂപ വീതമായിരിക്കും. അതിൽ ഒന്ന് ഈ മാസത്തെ ക്ഷേമ പെൻഷനാണ്, മറ്റൊന്ന് കുടിശ്ശികയായിട്ടുള്ള തുകയാണ്. അപ്പോൾ ആ 2 മാസത്തേതും ചേർത്ത് 3200 രൂപ വീതമായിരിക്കും ഓരോ ഗുണഭോക്താവിനും നിലവിൽ ഈ വെള്ളിയാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുക. തീർച്ചയായും ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ, അത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കാരണം ഈ പല്ലാത്ത വയസ്സായവർ മോണകാട്ടി ആ പൈസ കാണുമ്പോൾ ചിരിക്കുന്നത്, അവർക്ക് ലഭിക്കുന്നത് കേവലം ആ അന്നത്തെ 1200 രൂപ അല്ലെങ്കിൽ ഇപ്പോഴത്തെ 1600 രൂപയല്ല, മറിച്ച് അവർക്ക് ലഭിക്കുന്നത് വലിയ അംഗീകാരമാണ്. അങ്ങനെ ഈ സാമൂഹിക ക്ഷേമ പെൻഷനുകൾക്ക് അത്തരത്തിലൊരു മാനം കൂടിയുണ്ട്. അത് വെറും കേവലം നോട്ടുകളല്ല. അത് ലഭിക്കുമ്പോൾ ഒരാശ്രയവുമില്ലാതെ കുടുംബങ്ങളിൽ കഴിയുന്നവർ, നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് കഴിയുന്നവർ, വയസ്സായവർ, ഇവർക്കൊക്കെ ലഭിക്കുന്ന ഇത് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ്. അതിനെയാണ് ഈ സർക്കാർ അസറ്റായി കാണുന്നത്. ഈ കേന്ദ്രം ഇത്രയേറെ ദുരിതങ്ങൾ വിതയ്ക്കുമ്പോഴും അർഹമായ തുകകൾ പോലും പിടിച്ചു വെച്ച് ഈ സംസ്ഥാനത്ത് ഞെരുക്കുമ്പോഴും വയറ് മുറുക്കിയെടുത്താണ് ആ സാമൂഹ്യക്ഷേമ സംബന്ധിയായ കാര്യത്തെ ഒരു അസറ്റായി ഈ സർക്കാർ കാണുന്നത്. അത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ. ഷീജ, തീർച്ചയായും അജിംഷേദ്, കാരണം കേന്ദ്രത്തിന്റെ നിലപാട് ഓരോ ഘട്ടത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ക്ഷേമ പെൻഷൻ അടക്കം സംസ്ഥാനത്ത് വിതരണം ചെയ്തത് മുടക്കുവാൻ വേണ്ടി വലിയ തോതിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്കാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി തന്നെ കൂട്ടിച്ചേർത്തിരുന്നു. ഏത് തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ഈ പാവപ്പെട്ടവർ, അതായത് സാധാരണക്കാരെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള നടപടികളിൽ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സംസ്ഥാന സർക്കാർ വരുത്തുകയില്ല. എത്തിയത് അത് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ മുതൽ ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ അവസാനിക്കാനിരിക്കെ എല്ലാ മാസങ്ങളിലും കൃത്യമായി വിതരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ആ ഒരു മികവ് തന്നെയാണ്. ഏതായാലും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കുടുംബങ്ങളാണ്. കാരണം നമ്മൾ ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആ കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ചിലപ്പോൾ ഈ ഒരു തുക ലഭിക്കുന്നത് കൊണ്ടായിരിക്കും അവർ മരുന്ന് വാങ്ങുന്നത്, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് എന്തെങ്കിലും അവർക്ക് അത്രത്തോളം അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അത്രത്തോളം വലിയ സഹായമാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. ശരി ഷീജ, എന്തായാലും ഒപ്പമുണ്ട് സർക്കാർ എന്നുള്ളത് തന്നെയാണ്. കാരണം 600 രൂപ പോലും മുടക്കിയ കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് 1600 രൂപ, അത് 2 ഗഡു ചേർത്ത് 3200 രൂപ ഈ സർക്കാർ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിലും സാമൂഹിക പെൻഷനായി അനുവദിക്കുന്നത്, അല്ലെങ്കിൽ അനുവദിച്ചത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി എത്തുന്നത്. 1604 കോടി രൂപയാണ് അതിനായി അനുവദിച്ചതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. കേരളത്തിൻ്റെ സംസ്ഥാന ധനകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ്. മാത്രമല്ല വെള്ളിയാഴ്ച മുതൽ ഇത് വിതരണവും ചെയ്തു തുടങ്ങും. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൂടിയുണ്ട്. ഇതിൻ്റെ വിവരങ്ങളാണ് ഷീജ നൽകിയത്. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസ് കേരളം ഞെട്ടിയ ഒന്നായിരുന്നു. അതിലിതാ വിധിയെത്തിയിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ, പ്രതിയായ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷവും അന്വേഷണം വഴിതിരിച്ചു വിട്ടതിന് 5 വർഷവും ഗ്രീഷ്മയ്ക്ക് ശിക്ഷ. 3-ാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരന് 3 വർഷം കഠിന തടവും കോടതി വിധിച്ചു. അമ്മയെ നേരത്തെ കുറ്റക്കാരിയല്ലെന്ന് കണ്ടെത്തി മാറ്റിയിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീറാണ് വിധി പറഞ്ഞത്. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞ കോടതി പ്രതിയുടെ പ്രായം കണക്കിലെടുക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. അത്തരത്തിലൊരു വാദം പ്രതിഭാഗം ഉന്നയിച്ചു. പക്ഷേ കോടതി അതിനെയും വെട്ടുകയായിരുന്നു. അന്വേഷണ സംഘത്തിന് കോടതിയുടെ അഭിനന്ദനമുണ്ട്. അതിസമൃദ്ധമായി അന്വേഷണം പോലീസ് നടത്തിയെന്ന് കോടതി പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രോസിക്യൂഷൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം. പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും, അതായത് സർക്കാരിൻ്റെ വിജയമാണ് ഇതെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ 1-ാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. പിന്നെ 302 IPC കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് 1 ലക്ഷത്തിൻ്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. പിന്നെ 328, അതായത് വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 റുപ്പീസ് അത് ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203-ക്ക്, അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന്. അപ്പോൾ ഇതെല്ലാം
തന്നെ A3ക്ക് 3 വർഷത്തെ തടവ് ശിക്ഷയാണ്, 50,000 രൂപയുടെ പിഴ ശിക്ഷയും. അപ്പം 201 അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിലെ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു. അത് വളരെ കേരള പോലീസിൻ്റെ അഭിമാനമാണ്. അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിൻ്റെ വിജയമായിട്ടും പ്രോസിക്യൂഷൻ്റെ വിജയമായിട്ടും ഞങ്ങളിതിനെ കാണുന്നു. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുലേഖ തന്നെ ചേരുകയാണ്. സുലേഖ, വിധിയുടെ വിശദാംശങ്ങൾക്കൊപ്പം ഇന്ന് കോടതിയിൽ നടന്ന അതിൻ്റെ കേസിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ഓരോ അലയൊലികളും ഒരിക്കൽ കൂടി പറിച്ചു നട്ടാൽ. അത് എന്തായാലും കേരളം ഒരുപാട് ചർച്ച ചെയ്തൊരു കേസാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഷാരോൺ രാജിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 2022 ഒക്ടോബർ മാസത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം ഈ തിരുവനന്തപുരം പാറശാലയിൽ നടക്കുന്നത്. കഷായത്തിൽ വിഷം നൽകിയാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പ്രതി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഷായത്തിൽ കളനാശിനിക്ക് ഉപയോഗിക്കുന്ന ആസിഡ് കലർത്തുകയായിരുന്നു ഈ ഗ്രീഷ്മ എന്ന പ്രതി ചെയ്തത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ച ചെയ്യുന്ന, മലയാളികളൊക്കെ തന്നെയും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഷാരോൺ രാജിൻ്റെ വധക്കേസ് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പോൾ 2 വർഷവും 4 മാസവും നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ഒരു വിധി കോടതി വിധി വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ സംഭവത്തിൽ ഏറ്റവും പ്രമാദമായ കേസാണ്. അതിൽ വലിയ ഇടപെടലുകളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായതാണ് കോടതിയുടെ വിധിയായി എത്തുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. ഈവനിംഗ് ഡിബേറ്റ് തുടരുമ്പോൾ സുലേഖയിലേക്ക് തന്നെ. സുലേഖ, അങ്ങനെ വിധിയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ, ഒപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്, ഒപ്പമുള്ള ശിക്ഷ എന്തൊക്കെയാണ്? അത് മാത്രമല്ല, ഈ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന അമ്മാവൻ നിർമ്മലകുമാറിന് 3 വർഷം കഠിന തടവുണ്ട്. ജിംഷാദ്, എന്തായാലും വലിയ രീതിയിലുള്ളൊരു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളം ആകെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഷാരോൺ രാജിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ 302 കൊലപാതകം, അതിനൊപ്പം തന്നെ കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ, ജീവന് ഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ വിഷം കൊടുക്കുക, ഒപ്പം പോലീസ് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം എന്നിവയാണ് ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇതിനൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിനെതിരെ ചുമത്തിയ കുറ്റം എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കലിനാണ്. ഇതിലാണ് നിർമ്മൽ കുമാറിന് 3 വർഷം കഠിന തടവും അതിനൊപ്പം തന്നെ 50,000 രൂപ പിഴയും കോടതി ചുമത്തിയത്. ഇത് ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലാണ് ഇത്തരത്തിൽ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിനെതിരെ കോടതിയുടെ ശിക്ഷ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അന്തിമവിധി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഗ്രീഷ്മയുടെ അമ്മ, 2ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി തെളിവുകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഗ്രീഷ്മ, 1ാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് പരമാവധി നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും പരമാവധിയായ ഒരു ശിക്ഷ തന്നെയാണ് അഡീഷണൽ സെഷൻസ് കോടതി, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി നൽകിയിട്ടുള്ളത്. വധശിക്ഷയാണ് 1ാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ 3ാം പ്രതിയായ നിർമ്മൽ കുമാറിന്, ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം കഠിന തടവും അതിനൊപ്പം തന്നെ 50,000 രൂപ പിഴ ചുമത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വിധി പ്രസ്താവം നടത്തുന്ന സാഹചര്യത്തിൽ കോടതി മുറിയിലേക്ക് ഈ ജഡ്ജി ആദ്യം ഷാരോണിന്റെ കുടുംബത്തിനെ വിളിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വിധി പ്രസ്താവം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല, ഏറ്റവും നമ്മളെ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു പ്രായം. അപ്പോൾ ഗ്രീഷ്മയുടെ പ്രായം, ഒരുപക്ഷെ ശിക്ഷയിൽ അതിൻ്റെ ഇളവ് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊക്കെ പ്രോസിക്യൂഷൻ മറികടന്നു. പ്രതിഭാഗം അത്തരത്തിലൊരു വാദം ഉന്നയിച്ചില്ലേ പ്രായത്തിൻ്റെ കാര്യം? എന്താണ് കോടതി അപ്പോൾ പറഞ്ഞത്? ഞാൻ തിരിച്ചെത്താം സുലേഖ. പ്രത്യേകിച്ച് ഈവനിംഗ് ഡിബേറ്റ് ആയതുകൊണ്ട് നമ്മോടൊപ്പം ഇപ്പോൾ ധന്യരാമൻ കൂടി ആക്ടിവിസ്റ്റ് ചേരുകയാണ്. ധന്യരാമൻ, ഒരു സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ ഷാരോൺ വധക്കേസിൽ ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എത്തുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടി. ഇത് സമൂഹത്തിന് വലിയൊരു പാഠമാണ്. ക്രിമിനൽ മനസ്സ് വളർത്തിക്കൊണ്ടുവരുന്ന ആൾക്കാർക്ക്, അത്തരം ചിന്താഗതിയുള്ളവർക്ക് വലിയൊരു പാഠമാണ് സർക്കാരിന്റെ. വളരെ പെട്ടെന്നാണ് 2022 നടന്ന സംഭവത്തിന് പെട്ടെന്ന് തന്നെ ശിക്ഷ വിധിക്കാനും സാധിച്ചു. കുറ്റപത്രം പെട്ടെന്ന് സമർപ്പിക്കാൻ സാധിച്ചു. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി. ആഭ്യന്തര വകുപ്പ് പ്രശംസ അർഹിക്കുന്നു ഈ കാര്യത്തിൽ. പ്രത്യേകിച്ച് ജോൺസൺ എന്ന് പറയുന്ന ഡിവൈഎസ്പി. സമൂഹത്തിനും സർക്കാരിലും നിയമത്തിലും വിശ്വാസം ഉണ്ടാകുന്ന ഒരു വിധിയാണിത്. അപ്പം ചെറിയ പ്രായത്തിൽ, ഇപ്പൊ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമില്ലാതെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം
ചെയ്തു എന്നുള്ളത് സമൂഹത്തിന് ഞെട്ടിക്കുന്ന ഒരു കേസായിരുന്നു. അപ്പൊ ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് ഇവരുടെ കുടുംബത്തിൽ തന്നെ, ഗ്രീഷ്മയുടെ ഒക്കെ കുടുംബത്തിൽ തന്നെ മുൻപ് ഇതുപോലൊരു കുടുംബം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അല്ലാത്ത ഇങ്ങനെ കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്കിപ്പോ അറിയത്തില്ല. പക്ഷെ ഈ ഒരു കേസിൽ കൃത്യമായിട്ട് തെളിവ് ശേഖരിക്കുകയും പിന്നെ ഇതിൽ ഉള്ള ഒരു അതായത് ധന്യരാമൻ, അതായത് ഈ ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്നും ആ ആത്മഹത്യാ പ്രവണതയ്ക്കായിട്ടാണ് കഷായത്തിൽ മരുന്ന് സൂക്ഷിച്ചിരുന്നതെന്നും വിഷം സൂക്ഷിച്ചിരുന്നതെന്നും ഒക്കെയുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങളുടെ കുതന്ത്രമാണത്. അവരുടെ കുടുംബത്തിലൊക്കെ എങ്ങനെ ആത്മഹത്യാ പ്രവണത ഉണ്ടെന്ന് അതൊക്കെ പക്ഷേ വെട്ടിക്കളയാൻ പോലീസിനായി, സർക്കാരിനായി, പ്രോസിക്യൂഷനായി. അതെ, അതിൽ സർക്കാർ ആഭ്യന്തര വകുപ്പ് കൃത്യമായിട്ട് അതിന് അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഗ്രീഷ്മേന്റെ കുറെ നാടകങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് റൂറൽ SP ഓഫീസിൽ അവളെ കൊണ്ടുവന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ SP ഓഫീസിനകത്തെ ടോയ്ലറ്റിൽ വെള്ളമില്ലായിരുന്നു. അങ്ങനെയാണ് പുറത്തേക്ക് ഇവർ പോകുന്നത്. അപ്പൊ തന്നെ അവിടെ കണ്ട ഒരു ബാത്റൂം കഴുകുന്ന ഒരു ലോഷൻ എടുത്ത് അവള് നാടകീയമായിട്ട് അതൊക്കെ വായിലേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ തന്നെ കുഴഞ്ഞു വീഴുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു വളരെ ക്രിമിനൽ മൈൻഡാണ്. അപ്പൊ ഇത്തരം ആൾക്കാരെ തുടക്കത്തിലെ കണ്ടെത്താനും പൂട്ടാനുമായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് കേരള സമൂഹത്തിന് വളരെ നമുക്ക് തന്നെ നമ്മളോടൊരു സെൽഫ് കോൺഫിഡൻസ് തോന്നും. നമ്മൾ ചില സമയത്ത് നമ്മൾ നിയമവ്യവസ്ഥയോട് നമുക്കൊരു വിയോജിപ്പ് തോന്നി. ഇതെന്ത് ഇത്രയും കേസൊക്കെ ഇത്രയും നീളുന്നത്, എന്തുകൊണ്ട് ഈ പ്രതിക്ക് ചിലപ്പോൾ ഇത്രയും നമ്മൾ വിചാരിച്ചത്ര ശിക്ഷ കിട്ടിക്കാണത്തില്ല. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായിട്ട് ഒരു പെൺ കുറ്റവാളി എന്ന് തന്നെ പറയണം. കാരണം ഈ ചെറിയ പ്രായത്തിൽ വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് സമൂഹത്തിൽ എല്ലാ പ്രിവിലേജും ഉണ്ട്, അവർ വംശീയമായിട്ടും എല്ലാം വളരെ ഉന്നത നിലയിലുള്ളവരാണ്, സാമ്പത്തിക നിലയിലുള്ളവരാണ്, എല്ലാം തികഞ്ഞ ഒരു മനുഷ്യത്വമായിട്ടും ഒരു പയ്യനെ സെക്സ് ചെയ്യാനുള്ള വ്യാജേന വിളിച്ചു വരുത്തുകയാണ്. അപ്പൊ ആ പ്രലോഭിപ്പിച്ച് കൊല്ലലാണ്. അപ്പൊ അത് എല്ലാം നമ്മൾ ഓരോ സെക്കൻഡും നമ്മളിത് ഫോളോ അപ്പ് ചെയ്തൊരു കേസാണ്. എനിക്ക് തോന്നുന്നു ഓരോ കുടിൽ മുതൽ കൊട്ടാരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യരും ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും സന്തോഷവാന്മാരാണ്. കാരണം ആ രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടി. ഇതൊരു പാഠമാണ് എന്നുള്ളത്. തീർച്ചയായും അങ്ങനെയുള്ള എല്ലാ എലമെന്റുകളും അതിൽ നിരീക്ഷിക്കുകയാണ് ധന്യരാമൻ. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചത് ഈവനിംഗ് ഡിബേറ്റിൽ. തീർച്ചയായും സുലേഖയിലേക്ക് വരുന്നത് പോലെ അങ്ങനെ സുലേഖ, നമ്മൾ പ്രായത്തിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞു. പ്രായത്തിൻ്റെ ഇളവ് എന്തുകൊണ്ടാണ് പ്രതിഭാഗം പറഞ്ഞത്? എന്താണ് അതിന് കോടതി പ്രതികരിച്ചത്? കോടതിയുടെ നിരീക്ഷണം അടക്കം. അന്തിമവാദം നടക്കുന്ന സമയത്ത് പ്രതിഭാഗം ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രതിക്ക് 24 വയസ്സ് മാത്രമാണുള്ളത്. വിദ്യാഭ്യാസപരമായി ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ശിക്ഷയിലടക്കം ഇളവ് വേണം എന്നുള്ളൊരു കാര്യമാണ് കോടതിയെ പ്രതിഭാഗം അറിയിച്ചിരുന്നത്. ഇതൊക്കെ തന്നെയും പരിഗണിക്കാതെയാണ് ഇന്നത്തെ കോടതി വിധി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ ഈ വിധി പ്രസ്താവം നടത്തുന്ന ഘട്ടത്തിൽ ഇത് കോടതി നിരീക്ഷിച്ചതുമാണ്. ഇത്തരത്തിൽ ഷാരോൺ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 24 വയസ്സ് ഷാരോണിനും ആകുമായിരുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോട് കൂടി തന്നെയാണ് കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ടായത്. അത്തരത്തിൽ പ്രതിഭാഗത്തിന്റെ എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് ഇന്നത്തെ കോടതി വിധി ഉണ്ടായത് എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ 24 വയസ്സുകാരിയായിട്ടുള്ളൊരു പെൺകുട്ടി എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്താനുള്ള ഒരു ആസൂത്രണം ചെയ്തത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഈ കൊലപാതകം നടന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ തന്നെയും ഈ പ്രതി നടത്തിയെന്നത് തന്നെയാണ് കോടതി നിരീക്ഷിക്കുന്ന ഒരു കാര്യം. കാരണം പാരസെറ്റമോളിൻ്റെ അമിത ഡോസ് ഉപയോഗിച്ച് ജ്യൂസിലടക്കം കലർത്തിക്കൊണ്ടുള്ളൊരു കൊലപാതക ശ്രമം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ കഷായത്തിൽ ഈ കളനാശിനി ചേർത്തുകൊണ്ടുള്ളൊരു കൊലപാതക ശ്രമം നടക്കുന്നത്. അതിൽ പ്രതി പൂർണ്ണമായും വിജയിക്കുന്നൊരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. ഈ 2022 ഒക്ടോബർ 14 ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നു. അതിനുശേഷം 11 ദിവസത്തിന് ശേഷമാണ് ഷാരോൺ കൊല്ലപ്പെടുന്നത്. ഇതിൽ ഈ പ്രതി കൂടുതലായും റിസർച്ച് ചെയ്ത് ഗൂഗിളിലടക്കം സെർച്ച് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് വായിച്ചുകൊണ്ടാണ് ഈ പ്രതി ഈ സംഭവത്തിൽ ഏർപ്പെട്ടതെന്നത് തന്നെയാണ് കോടതി കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് കോടതിയുടെ നിരീക്ഷണം. ആ അർത്ഥത്തിൽ വളരെ സമഗ്രമാണ്. കാരണം നോക്കൂ, ഒന്ന് പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിൽ ചെയ്തതല്ല. ഇവിടെ ഒരു മെൻസ്രിയുണ്ട്, അതായത് ഒരു ഇൻറ്റൻഷനുണ്ട്, ഒരു താല്പര്യം. അത് പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി നടപ്പാക്കുകയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പാരസെറ്റമോൾ ഓവർ ഡോസിൽ കലർത്തിക്കൊണ്ട് ജ്യൂസിനകത്ത് കൊടുത്ത ജ്യൂസ് ചലഞ്ച്, അത് ഒരു തെളിവായി എത്തുന്നു. അതിനുള്ള ദൃശ്യങ്ങൾ സന്ദർഭവശാൽ കിട്ടുന്നു. മാത്രമല്ല ഈ ദൃശ്യങ്ങളുണ്ട്, അത് തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് തടസ്സം ആകും. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഷാരോൺ എന്ന വാദമുയർത്തി. അതും അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ദൃശ്യങ്ങളുമില്ല എന്നും കോടതിയിൽ തെളിയിക്കാനായി പ്രോസിക്യൂഷന്. ഇതൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങളായി എത്തുന്നത്. അതിനുശേഷം 11 ദിവസം ആ വിഷം കൊടുത്തതിന് ശേഷം, പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലല്ല എന്ന് ബോധ്യമാകുന്നത് അങ്ങനെയാണ്. ഒരു വിഷം കൊടുക്കുന്നു, 11 ദിവസം
ആ വിഷം ഐഡൻറ്റിഫൈ ചെയ്യാനാകാതെ ആ കുട്ടി ജീവിതത്തോട് മല്ലിടുമ്പോൾ അവിടെ ഒരു രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ പോയിട്ട് താൻ ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തം എന്ന നിലയിൽ പോയി ഡോക്ടറോട് അത് പറയുകയോ അവരെ രക്ഷിക്കാനോ ശ്രമിക്കുകയോ ചെയ്തില്ല. 11 ദിവസവും മരിക്കാൻ കാത്തിരുന്നു. ആ ക്രൂരതയ്ക്കാണ് വധശിക്ഷ, ആ ക്രൂരതയ്ക്ക് കൂടിയാണ് വധശിക്ഷ. തീർച്ചയായും അജ്മിഷാദ്, അത് തന്നെയാണ്. 11 ദിവസം ഷാരോൺ ഈ കഷായം കുടിച്ചതിന് ശേഷം 11 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ വായിലേക്ക് ഇതിൻ്റെ ആസിഡിൻ്റെ പ്രശ്നങ്ങൾ, വായു സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് ശ്വാസനാളത്തിലേക്ക് പ്രശ്നമുണ്ടാകുന്നു, ശ്വാസകോശത്തിലേക്ക് പ്രശ്നമുണ്ടാകുന്നു. പിന്നീട് ആമാശയം അടക്കം മറ്റെല്ലാ അവയവങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകുന്നു. അങ്ങനെയാണ് ഷാരോൺ രാജിൻ്റെ ഒരു ഈ 11 ദിവസം നീണ്ടുനിന്ന ഈ ആശുപത്രി ചികിത്സയ്ക്കിടയിൽ ഷാരോൺ രാജിൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ ഗ്രീഷ്മ ഇത്തരത്തിലുള്ള, നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു എന്നോ അല്ലെങ്കിൽ കഷായം നൽകി എന്നുള്ളൊരു കാര്യം ഒന്നും തന്നെ ഗ്രീഷ്മ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവസാന ഘട്ടത്തിൽ മജിസ്ട്രേറ്റ് ഈ അവസാന മൊഴി, ഷാരോണിൻ്റെ അവസാന മൊഴി മജിസ്ട്രേറ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞ് പിതാവിനോടാണ്, ഷാരോൺ രാജിൻ്റെ പിതാവിനോടാണ് ഇത്തരത്തിൽ ഗ്രീഷ്മ തനിക്ക് കഷായം നൽകി എന്നുള്ളൊരു കാര്യം ഗ്രീഷ്മയുടെ പേര് തന്നെ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇതിനെ ഇതുമായി കാരണം ഈ പോലീസ് എടുത്ത എഫർട്ട് അത് എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. അതാണ് പ്രോസിക്യൂഷൻ അതുപോലെ പറിച്ച് കോടതിയിൽ എത്തിച്ചത്. കാരണം ഇതിന് ഒരു തെളിവ് ഉണ്ടായിരുന്നില്ല. തുടക്കഘട്ടത്തിൽ ഒരു പ്രകാശം പരത്തുന്ന നിഷ്കളങ്കയായ പെൺകുട്ടി എന്ന എല്ലാ ഭാവങ്ങളുമായിരുന്നു ഗ്രീഷ്മ ഇട്ടിരുന്നത്. എന്തുകൊണ്ടാണ് അവൻ മരിച്ചത്, ഇനി ജ്യൂസ് കുടിച്ചത് കൊണ്ടാണോ എന്നൊക്കെ അവർ ചോദിക്കുന്ന ആ ശബ്ദങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ശ്രവണപഥങ്ങളിൽ അലയടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിന്നാണ് അവിടേക്ക് ഗ്രീഷ്മയുടെ ഈ ക്രൂരത പുറത്തു കൊണ്ടുവരാനും അത് കോടതിയിൽ തെളിയിക്കാനുമായത്. അത് നിസ്സാരപ്പെട്ട സംഭവമല്ല. പ്രത്യേകിച്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ വിദഗ്ധരൊക്കെ പറയുന്നത് വലിയൊരു എഫർട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് കോടതിയും അതിനെ ശ്ലാഘിച്ചത്. തീർച്ചയായും അത് തന്നെയാണ്. ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് പോലീസിന്, അന്വേഷണ സംഘത്തിന് പ്രത്യേക അഭിനന്ദനം അടക്കം നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കോടതി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിസമർത്ഥമായ കേസിനെ സമർത്ഥമായി തന്നെ നേരിട്ടു. പുതിയ രീതിയിൽ തന്നെ പോലീസ് ഈ കേസിനെ സമീപിച്ചു. അതിൽ തെളിവുകൾ കണ്ടെത്തി, സാഹചര്യ തെളിവുകൾ കണ്ടെത്തി, അതിനാവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് കോടതി ഇന്ന് ഈ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ വലിയൊരു ശ്രമഫലമായി തന്നെയാണ് ഇത്ര വേഗത്തിൽ ഈ കേസ് തെളിയിക്കുന്ന, ഇത്ര വേഗത്തിൽ ഈ കേസിൽ ഒരു വിധി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ അന്വേഷണ സംഘം, അത് നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തെളിവുകൾ കുറവായിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ എവിടെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആശങ്ക ഉണ്ടാവുന്ന ഘട്ടത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിസമർത്ഥമായി തന്നെ ഈ കേസിലേക്ക് കൃത്യമായ രീതിയിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയിലേക്കും ഗ്രീഷ്മയുടെ അമ്മയും അതിനൊപ്പം തന്നെ അമ്മാവനിലേക്കും ഈ കേസിൻ്റെ അന്വേഷണങ്ങൾ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് പ്രോസിക്യൂഷൻ്റെയും അതിനൊപ്പം തന്നെ പോലീസിൻ്റെയും ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ കേസിൽ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അതിനൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിൽ കോടതിക്ക് മുന്നിൽ ഇതൊക്കെ തന്നെയും ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ്, അത് കേരള പോലീസിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വധശ്രമമാണ് ഇപ്പോൾ ഈ ഷാരോൺ രാജ് വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവൻ മൂന്നാം പ്രതിയായിട്ടുള്ള ഇവിടെ നമ്മോടൊപ്പം ഇപ്പോൾ അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ കൂടി ചേരുകയാണ്. ശ്രീ ലാൽകുമാർ, ഒരു സാമൂഹിക നിരീക്ഷകൻ, ഒരു ഇടത് സഹയാത്രികൻ എന്നതിനപ്പുറത്തേക്ക് ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ കൂടിയാണ് താങ്കളെ ഇപ്പോൾ ഞങ്ങൾ കാംക്ഷിക്കുന്നത്. കാരണം ഈ ഗ്രീഷ്മയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകുന്നു, പക്ഷേ ബംഗാളിലാകട്ടെ അതിൽ വലിയ ക്രൂരത നടത്തിയ ഒരാൾക്ക് വധശിക്ഷ ഒഴിവാകുന്നു. ഇവിടെ പോലീസ് എടുത്തത് ഒരു വിധത്തിലുമുള്ള തെളിവുകളും ഇല്ലാത്തടത്താണ് തെളിവുകൾ കണ്ടെത്താൻ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചത്. ആ എഫർട്ടിനെ കോടതി അംഗീകരിക്കുകയും ചെയ്തു. എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ഒരു നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ലാൽകുമാർ? അതിഗംഭീരമായ അന്വേഷണം ഇതിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനനുസരിച്ച് സയന്റിഫിക് എവിഡൻസ് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പറ്റിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീയെ ശിക്ഷിക്കുന്നത്. അതിനകത്ത് സംശയമില്ല. ബിയോണ്ട് ഡൗട്ട് ഒരു കാര്യം പ്രൂവ് ചെയ്യണം. ആ പ്രൂഫ് എത്തിയിട്ടുണ്ട്. അപ്പം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വളരെ ശാസ്ത്രീയമായി നടന്നു എന്ന് തന്നെ നമുക്ക്
വിലയിരുത്താം. അത് തന്നെയാണ് അഭിനന്ദനം എന്ന് പറയുന്ന ഒരു കാര്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേ സ്ഥാനത്ത് ബംഗാളിലെ കാര്യം താങ്കൾ ചോദിച്ചത്, ബംഗാളിൽ യഥാർത്ഥത്തിൽ ഒരു ബലാത്സംഗം നടന്ന ശേഷം അതുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടക്കുന്നത്. നോക്കൂ, രണ്ട് ലക്ഷ്യങ്ങളാണ് പോലീസിനുള്ളത്. ഇവിടെയാണെങ്കിൽ അല്ലെങ്കിൽ 2 പോലീസിനും 2 ലക്ഷ്യങ്ങളാണ്. കേരളത്തിലാണെങ്കിൽ ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നുള്ള ധാരണയിൽ വളരെ ശാസ്ത്രീയമായ അന്വേഷണം നടക്കുമ്പോൾ അവിടെ എങ്ങനെ നശിപ്പിക്കാം, ഈ പറയുന്ന പ്രതിയെ എങ്ങനെ രക്ഷിക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ബംഗാളിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കൂ, അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിന് മുന്നിലാണ് ഈ വിഷയങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടും. അതിരൂക്ഷമായ പരാമർശമാണ് ബംഗാൾ ഗവൺമെന്റിനെതിരെ നടത്തിയത്. അങ്ങനെ ഒരു രാജ്യത്തെ 2 സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ചുള്ള ഒരു അനാലിസിസ്, ഒരു കമ്പാരിസൺ കൂടെ നടത്താൻ പറ്റുന്ന സാഹചര്യം ഇങ്ങനെയുള്ള അന്വേഷണം വഴിയുണ്ട്. നോക്കൂ, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ പൊതുവെ, വലതുപക്ഷ മാധ്യമങ്ങൾ പൊതുവെ കേരള പോലീസിനെ ഇകഴ്ത്തി കാണിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ കേരള പോലീസിന്റെ അത്രയും ഇഫക്റ്റീവായി വളരെ സ്ട്രെനുവസ് എഫേർട്ട് എടുത്ത് ഒരു കേസ് വിജയിപ്പിക്കുന്നതിൽ ഉള്ള ഒരു രീതി ഉണ്ടല്ലോ, അത് മറ്റ് ഇന്ത്യയിലുള്ള ഒരു പോലീസിനും ഇല്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു പോലീസ് ഉണ്ടാകുന്നതിന് അങ്ങനെ ഒരു പോലീസ് ഉണ്ടാകുന്നതിന് കാര്യം എന്ത് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ അത്രയും വലിയ സാമൂഹിക രാഷ്ട്രീയ പുരോഗതി നേടിയിട്ടുള്ളത് കൊണ്ടാണ്. അല്ല, പോലീസ് മാത്രമായി മെച്ചപ്പെടത്തില്ല. നമ്മുടെ ആ സമൂഹത്തിനുണ്ടായിരിക്കുന്ന അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് അത് നമ്മൾ പോലീസിലും കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ നിൽക്കുന്നതാണ്. അതിൽ നമുക്ക് ഒരു കാരണവശാലും സംശയമില്ലാതെ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റൊരു വാദം കൂടി ഞാൻ താങ്കളോട് ഒരു ഡിബേറ്റ് എന്ന നിലയിൽ വെക്കുകയാണ്. കാരണം ഒരു പെൺകുട്ടി, നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി അവൾ പ്രണയിച്ചു വന്ന കാലം, അതിനുശേഷം അവളൊരു പുതിയ ജീവിതം തിരഞ്ഞെടുക്കാനായി പോകുന്നു. ആ ഘട്ടത്തിൽ ആ പ്രണയകാലത്തിലെ ദൃശ്യങ്ങളും ബന്ധവും തനിക്ക് തടസ്സമാകും, അത് തൻ്റെ മറ്റൊരു ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും എന്നൊരു പെൺകുട്ടിക്ക് തോന്നണമെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയല്ലേ? അതുകൊണ്ട് എന്നിട്ടും എന്താണ് അപൂർവങ്ങളിൽ അപൂർവം അല്ല ഈ കേസ്, ആണ് ഈ കേസ് എന്ന് കണ്ടെത്തുന്ന കോടതി നയിക്കപ്പെട്ടത്? ഇതിനകത്ത് 2 വശങ്ങളുണ്ട്. സമൂഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് സമൂഹത്തിൽ വളരെ പ്രവലന്റായി നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ സമൂഹത്തിന് നമുക്കത് ചാർത്തി കൊടുക്കാൻ പറ്റും. അതാണ് നമുക്ക് എനിക്കൊരു പ്രണയം ഉണ്ടാകുന്നു, ആ പ്രണയത്തിന്റെ ഭാഗമായി പിന്നീട് ആ പ്രണയം ഇല്ലാതായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അപ്പുറത്തേക്ക് വിഷം കൊടുത്ത് കൊല്ലുവല്ല ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ പ്രണയിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ ഇതും എക്സെപ്ഷൻ പോലും അല്ല, എക്സെപ്ഷനിലായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. നോക്കൂ, ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കണമെന്നുണ്ട്, മറ്റുള്ള ഒരു ആളെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ഓപ്ഷൻ ഉള്ളൂ. മറ്റുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. അതേ സ്ഥാനത്ത് ഇയാളുടെ കയ്യിലിരിക്കുന്ന വിഷ്വൽസ് ദുർവിനിയോഗം ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ അപ്പുറത്തിരിക്കുന്ന ഒരാളെ കൊല്ലുവാണോ ഈ സമൂഹത്തിലുള്ളവരെല്ലാം ചെയ്യുക? പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക ചെയ്യുന്നേ അല്ലേ? നമ്മൾ പോലീസ് എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എന്തിനാണ്? ഇവരെ പിടിച്ച് ഈ പറയുന്നതിന്റെ 4-1 ബുദ്ധിമുട്ടില്ലല്ലോ. ഇത്രയും ഇവര് ബുദ്ധിമുട്ട് നേരിടേണ്ട തരത്തിലല്ലോ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ പോലീസ് ആരുടെ കൊടുത്ത് നിന്നേനും, ഈ സ്ത്രീയുടെ കൊടുത്ത് നിന്നേനും. കാര്യം ഈ പയ്യൻ ഇത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളവരുടെ വാദം ശരിയാണെങ്കിൽ ആ പയ്യനെ ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള എല്ലാ കാര്യവും പോലീസ് ചെയ്യത്തില്ലേ? അപ്പം നമ്മൾ പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ നമുക്ക് എപ്പോഴും ചോദ്യം ചെയ്യണമെങ്കിൽ സമൂഹത്തിൽ അത് മൊത്തത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. ഇത് ഒരു വ്യക്തിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മളെല്ലാവരും പ്രണയിച്ചിട്ടുള്ളവരിൽ പ്രണയ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. ഉടനെ അപ്പുറത്തേക്കുന്ന ഒരാളെ എന്നാ ഒഴിവാക്കാനായിട്ട് കൊന്നേക്കാം എന്ന് പറയുന്നത് അതൊരു സാമൂഹിക വ്യവസ്ഥയുടെ പ്രശ്നമല്ല, അത് വ്യക്തിയുടെ അപ്ബ്രിംഗിങ്ങിന്റെ പ്രശ്നമാണ്. ഈ വിരഹവും ചേർക്കലും പുതിയ പ്രണയവും ഒക്കെ ആണല്ലോ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ, അല്ലേ? അത് കറക്റ്റാണ്. അതിനെ ആസ്വദിക്കാതെ ഇങ്ങനെ ഈ കൊലപാതകവും ക്രൂരതയും നടത്തുന്നത് എന്തിനാണ്? അത് തീർച്ചയായും എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായി എന്ന് കണ്ടെത്താനായ കോടതിയിലേക്ക് നയിക്കപ്പെട്ട പോലീസിന്റെ മികവിന് അതുമായി ബന്ധപ്പെട്ട് അപൂർവങ്ങളിലേക്ക് ഇപ്പം സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവം എന്നാണ്. പക്ഷെ അത് അപൂർവങ്ങളിൽ അപൂർവമാകുമോ എന്നുള്ള ഒരു ഡിബേറ്റ് ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നേരത്തെ ഉള്ള ഗൈഡ് ലൈൻസിനനുസരിച്ച് ഇത് വീഴുമോ എന്ന് നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ പരാമർശം കൂടെ കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ. അതിന്റെ ഒരു സാധ്യത കൂടി താങ്കൾ ഒരു നിയമ പരിപ്രേക്ഷ്യത്തിൽ വീക്ഷിക്കുകയാണ്. വെരി ഗുഡ്, താങ്ക് യു ലാൽകുമാർ. തീർച്ചയായും കോൺഗ്രസിൻ്റെ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇന്നലെ നേതാക്കൾ തമ്മിലുണ്ടായ വാക്പോരിൻ്റെ അനുരണനങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധിയായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ്റെ ഏകാധിപത്യ ശൈലിക്കെതിരായി
മുഴുവൻ യോജിപ്പുകളും എത്തുന്നതിലേക്ക് നയിക്കപ്പെടുന്നു ഇന്നലത്തെ സംഭവവികാസം എന്നുള്ളതാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. ഈ വാർത്ത കൊണ്ടുവന്ന ശ്രീ നൃപൻ ചക്രവർത്തി തന്നെ, ഞങ്ങളുടെ പ്രതിനിധി തന്നെ ഒരിക്കൽ കൂടി ചേരുകയാണ്. നൃപൻ, അതായത് ഈ കെ മുരളീധരൻ ഞാൻ എന്ന ഭാവമേ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടിട്ടതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം, അതായത് എല്ലാ കാര്യങ്ങളിലും എന്നോടത് നടക്കില്ല, എൻ.എം. വിജയൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിലും ആദ്യഘട്ടത്തിൽ വി ഡി സതീശൻ പറഞ്ഞു എന്നോട് നടക്കുന്നില്ല, അങ്ങനെ ഞാൻ എന്ന ഒരു ഭാവം എപ്പോഴും സതീശനുണ്ടത്രേ, അങ്ങനെയാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് ഇന്നലെ രാത്രിയിലുണ്ടായ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ തർക്കം. മാറ്റിവെച്ചതാണ്, ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് കൂടിയതാണ്. അവിടെ AP അനിൽകുമാറിനെ പോലെ വളരെ വളരെ ഒരു മിതഭാഷി എന്ന നിലയിലുള്ള ആൾ പോലും അദ്ദേഹത്തോട് ചൂടാവുന്നതിലേക്ക് അല്ലെങ്കിൽ കയർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അനുരണനങ്ങൾ? തീർച്ചയായും അജിംഷാദ്, ഇക്കാര്യത്തിൽ KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചത്. അവസാനം ഹൈക്കമാൻഡിൻ്റെ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. 5 മണിക്കൂറിലധികം യോഗത്തിൽ ചർച്ച നടന്നു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേതാക്കൾ ഉന്നയിച്ചു. ഒപ്പം അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് നേതാക്കൾ തമ്മിലുള്ള അനൈക്യമാണ്. സതീശനും ഒപ്പം തന്നെ K. സുധാകരനും തമ്മിൽ ഒത്തുപോകുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് VD സതീശനാണ്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഏകാധിപത്യപരമായി എല്ലാ കാര്യങ്ങളും ഞാനാണ് എടുക്കുന്നത് എന്ന തരത്തിലുള്ള സമീപനമായി VD സതീശൻ മുന്നോട്ട് പോകുന്നു. ഇതാണ് മുതിർന്ന നേതാക്കളടക്കം, രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞത് പാർട്ടിയിലെ ഐക്യം ശക്തിപ്പെടുത്തണം, അതുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, നേതാക്കൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം എന്ന തരത്തിൽ നേതാക്കളുടെ പേരെടുത്ത് പറയാതെ വർക്കിംഗ് കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തല അടക്കം ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞു. അതിനൊക്കെ ശേഷമാണ് സതീശന് സംസാരിക്കാനുള്ള അവസരം യോഗത്തിലുണ്ടായത്. അതിനിടയിലാണ് കേരളത്തിലെ 60ഓളം നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള പ്രത്യേക പ്ലാൻ താൻ തയ്യാറാക്കിയിട്ടുണ്ട്, പ്രത്യേക സ്ട്രാറ്റജി താൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ചുമതലകളിലേക്ക് പാർട്ടി നേതൃത്വത്തിലെ ചിലരെ ചുമതലപ്പെടുത്താൻ പോകുകയാണ് എന്ന് സതീശൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പറഞ്ഞത്. പൊടുന്നനെ AP അനിൽകുമാറിനെ പോലുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾക്കടക്കം ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. AP അനിൽകുമാർ പൊടുന്നനെ പ്രതികരിച്ചു. താങ്കൾ ആരാണ് ഇക്കാര്യങ്ങളിൽ 60 മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ? താങ്കളെ ആരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ശക്തമായി AP അനിൽകുമാർ ചോദിക്കുന്നു. ഇരു നേതാക്കളും തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കേറ്റമുണ്ടാക്കുന്നു. സതീശൻ ചോദിക്കുന്നു, തനിക്ക് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ ഒരു നിർദ്ദേശം പറയാൻ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് AP അനിൽകുമാറിനോട് ചോദിക്കുന്നു. AP അനിൽകുമാർ അതിന് ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുന്നു. ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നേതാക്കളുടെ വാക്കേറ്റം വലിയ തരത്തിൽ രൂക്ഷമായപ്പോഴാണ് AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെട്ട് ഇരു നേതാക്കളെ ശാന്തമാക്കുന്നത്. ശാന്തമാക്കി ഇരുത്തിയ ശേഷം VD സതീശൻ തുടർന്ന് പ്രതിഷേധിച്ച് സംസാരിക്കാതെ യോഗത്തിൽ തന്നെ ഇരിക്കുന്നു. അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തി തുടർന്ന് സംസാരിച്ചില്ല. അതിനെ തുടർന്നാണ് ഐക്യം ശക്തിപ്പെടുത്തണം എന്ന ആഹ്വാനം നൽകി രാഷ്ട്രീയകാര്യ സമിതി യോഗം പിരിഞ്ഞത്. അതിനുശേഷം പുറത്ത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്, സതീശനും K. സുധാകരൻ രണ്ട് തരത്തിലാണ് അത് മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടായ തർക്കം കേവലം വ്യക്തികളുടെ മാത്രം തർക്കമല്ല. AP അനിൽകുമാറിനെ പോലെ ഒരു മിതഭാഷിയായ അല്ലെങ്കിൽ അത്തരത്തിലൊരു മുഖമുള്ള ഒരാൾ, സമന്വയത്തിൻ്റെ മുഖമുള്ള ഒരാൾ, സമഭാവനയുടെ മുഖമുള്ള ഒരാൾ പോലും VD സതീശനോട് കയർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ പല വിധത്തിലുമുള്ള രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട്. ഒന്ന്, VD സതീശനെതിരായ പടയൊരുക്കം അതൊരു ഒറ്റപ്പെട്ടതല്ല, മറിച്ച് അത് K. സുധാകരൻ്റെ എതിര് എന്നുള്ള അർത്ഥത്തിലൊരു ഗ്രൂപ്പ് പോരാട്ടം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് വലിയൊരു വിഭാഗത്തിന് മുഴുവൻ, കോൺഗ്രസിൻ്റെ വികാരം പേറുന്നവർക്ക് മുഴുവൻ VD സതീശനോടൊരു എതിർപ്പ് ഉയർക്കൊള്ളുന്നു എന്നുള്ളത് കൂടിയൊക്കെയാണ് ഇപ്പോൾ നിർഭൻ നിരീക്ഷിച്ചു വരുന്നത്. നിർഭൻ, അങ്ങനെ തന്നെയല്ലേ? ഒരുപക്ഷേ VD സതീശൻ ഒറ്റപ്പെടുകയും VD സതീശനുള്ള എതിർപ്പ് ശക്തമാവുകയും ചെയ്യുന്നു. VD സതീശ വിരുദ്ധർ എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ K. സുധാകര വിരുദ്ധർ എന്ന അർത്ഥത്തിലല്ല. VD സതീശൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണതയോട് ഒരു വലിയ എതിർപ്പ് കോൺഗ്രസ്സിലാകമാനം ഉയർക്കൊള്ളുന്നു എന്ന് തന്നെയാണ് ഈ സംഭവഗതികൾ മാറ്റുന്നത്. അതിൻ്റെ അനുരണനം തീർച്ചയായും ഇപ്പോഴും ഉണ്ടാകും, അത് ഇനിയും തുടരും, അല്ലേ? അത് ഏതിലൊക്കെയാണ് നയിക്കപ്പെടുന്നത്? എന്തൊക്കെയാണ് നേതാക്കന്മാർ അനൗദ്യോഗികമായി പറയുന്ന വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, കേരളത്തിലെ കോൺഗ്രസിൽ ഒരു കാലത്തുമില്ലാത്ത ഒരു ഏകാധിപത്യം പ്രവണതകളിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കോക്കസ് മാറുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി പോലും സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്
എന്ന തരത്തിലുള്ള വിമർശനം പോലും ഇന്നലത്തെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായി. മാത്രമല്ല VD സതീശൻ്റെ ഏകാധിപത്യ പ്രവണതയെ സംബന്ധിച്ച് നേതാക്കൾ പേരെടുത്ത് പറഞ്ഞത് AP അനിൽകുമാറാണ്. AP അനിൽകുമാർ ഇത്തരം ഒരു ഘട്ടത്തിൽ ഈ ഒരു നിലപാട് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ക്ഷുഭിതനായാണ് അദ്ദേഹം വളരെ വൈകാരികമായ യോഗത്തിൽ പ്രതികരിച്ചത്. താൻ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് എന്ന പദവി വെച്ചുകൊണ്ട് പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കാൻ ആരാണ് പ്രതിപക്ഷ നേതാവിന് VD സതീശന് അധികാരം നൽകിയത്? താങ്കൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത്തരം തീരുമാനമെടുത്തത്? KPCC അല്ലേ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? സംഘടനാ ചുമതല കൊടുക്കണമെങ്കിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക സ്ട്രാറ്റജി തീരുമാനിക്കണമെങ്കിൽ അത് KPCC അല്ലേ ആലോചിച്ച് തീരുമാനിക്കേണ്ടത്? അത്തരം ഒരു കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് എങ്ങനെയാണ് എടുത്തത് എന്ന ചോദ്യമാണ് AP അനിൽകുമാർ ചോദിച്ചത്. AP അനിൽകുമാറിനെ സംബന്ധിച്ച് അജിംഷാദിനെ അറിയാം. കാരണം കേരളത്തിൽ KC വേണുഗോപാലിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അത്രയേറെ വിശ്വസ്തനായ ഒരു നേതാവാണ്. ആ ഒരു യോഗത്തിൽ, രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ദീപാദാസ് മുൻഷിയും ഒപ്പം തന്നെ KC വേണുഗോപാലും ഇരിക്കുന്ന വേദിയിൽ AP അനിൽകുമാർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല. അങ്ങനെ വെറുതെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കില്ല. അതുകൊണ്ട് അവരെ കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും VD സതീശനെതിരെ രൂക്ഷമായ ഇപ്പോൾ ശ്രീ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമ പ്രവർത്തകൻ കൂടി ചേരുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഈ പുതിയ തർക്കത്തെ കാണുന്നത്? കേവലം ഒരു പാളയത്തിൽ പട എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് AP അനിൽകുമാറിനെ പോലെ ഒരു മിതഭാഷി പോലും തർക്കിക്കുന്നതിലേക്ക് പോകുന്നു. അതും നേരത്തെ നിർഭ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ അടക്കം വളരെ സ്വാധീനം, കോൺഗ്രസ് വളരെ പ്രതീക്ഷയായി കാണുന്ന AP അനിൽകുമാറിനെ പോലെ ഒരാൾ പരസ്യമായി രാഷ്ട്രീയകാര്യ സമിതിയിൽ വളരെ രൂക്ഷമായി വിമർശിക്കുകയാണ് എന്താണ് VD സതീശനെതിരെ. അതിൻ്റെ ഒരു അലയൊലി എങ്ങനെയായിരിക്കും ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുക? ഏതൊക്കെ തരത്തിലാണ് അതിനെ കാണാനാകുന്നത്? നേതാവാണ്. അപ്പൊ അനിൽകുമാറിനെ പോലുള്ള നേതാവ് ഇങ്ങനെ സ്വന്തം പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ തുറന്നടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മറ്റ് ആൾക്കാരുടെ വികാരം കൂടി അനിൽകുമാർ പ്രകടിപ്പിക്കുന്നത്. അത് കേവലം ഒരു ഗ്രൂപ്പ് സമവാക്യത്തിന്റെ പ്രശ്നമല്ല അജിത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ഈ പരിക്ഷീണമായ ശബ്ദങ്ങളുണ്ട്, പിന്നെ അടിച്ചമർത്തപ്പെട്ട ശബ്ദങ്ങളുണ്ട്. ഏകപക്ഷീയമായി ആധിപത്യം പുലർത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സതീശന്റെ നിലപാടുകൾക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധമുണ്ട്. എല്ലാം കൂടെ ചേർന്നാണ് അനിൽകുമാറിന്റെ ഭാഗത്തു നിന്ന് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അത് ചെറിയ കാര്യവുമല്ല, വലിയ കാര്യമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. അങ്ങനെ അച്ചടക്കമില്ലായ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ കളം വിട്ടാക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. അത് പിന്നെ അതിനേക്കാളും നന്നായി എളുപ്പം അതിവേഗത്തിൽ മനസ്സിലാവും കേരളത്തിലെ രാഷ്ട്രീയം നന്നായിട്ട് അറിയുന്ന KC വേണുഗോപാലിന്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ ഇടപെട്ട വിഷയം തണുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് തണുപ്പിക്കാൻ ശ്രമിക്കുന്നതോറും വിഷയം ഈ നമ്മള് നിലത്തേക്കടിക്കുന്ന റബ്ബർ പന്ത് കൂടുതൽ കുതിച്ചു വരുമെന്ന് പറയുന്നത് പോലെ ആ തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഈ വിഷയം ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇന്നൊരു ദിവസം ആകുമ്പോഴത്തേക്ക് വ്യാപകമായി കോൺഗ്രസ് നേതാക്കളിൽ പിന്നെ സതീശനെതിരെയുള്ള വികാരമായി നിലകൊള്ളുകയാണത്. ഇനിയിപ്പോ ആ പ്രശ്നം പരിഹരിക്കാനാണ് ഹൈക്കമാൻഡിന്റെ അടുത്ത ശ്രമമെന്നാണ് കേൾക്കുന്നത്. ഏതായാലും കോൺഗ്രസിൽ പുതിയ ഒരു അസ്തിത്വ പ്രതിസന്ധി എന്ന നിലയ്ക്കാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആരാണ്, ആരുടെ അസ്തിത്വമാണ് ഇവിടെ കാത്തു സംരക്ഷിക്കപ്പെടുക എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ നേതാക്കൾക്കിടയിൽ ചേരിപ്പോരായിട്ട് ഇത് വളർന്നു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ കൾമിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും വളരെ ഷാർപ്പായ കാതലായ നിരീക്ഷണമാണ് M ജയചന്ദ്രൻ നടത്തിയത്. ശ്രീ നിർഭൻ ചക്രവർത്തി, അതായത് ഇത് ഒരു കല്ലും നെല്ലും തിരിക്കുന്നതിലേക്ക്, അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളുടെ കല്ലും നെല്ലും തിരിക്കുന്നതിലേക്ക്, ഈ പ്രതിസന്ധികളിലേക്കൊക്കെ പോകും. ഒരുപക്ഷെ അത് VD സതീശനാകും അതിൻ്റെ ഏറ്റവും ദോഷഭാഗത്തുണ്ടാവുക എന്ന നിരീക്ഷണം കൂടി വരികൾക്കിടയിൽ അദ്ദേഹം വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. എന്താണ് അതിൻ്റെ ഒരു ആകത്തുക? നമുക്ക് പൂർത്തിയാക്കാം. അജിംഷാദ്, കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നാമനാരാണ് എന്ന തർക്കം, അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് സമുദായ നേതാക്കളുടെ പിന്തുണ ലഭിക്കുക, വിവിധ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുക, ഇതിലൊക്കെ തന്നെ വലിയ ഏറെ തരത്തിൽ ക്ഷീണിതനാണ് VD സതീശൻ. ഒപ്പമാണ് പുനഃസംഘടനയിൽ സുധാകരനെ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ആവശ്യം പൂർണ്ണമായി മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും നിരാകരിച്ചത്. രണ്ട് കാര്യങ്ങളിലും ഉള്ള ക്ഷീണവും പ്രതിഷേധവും VD സതീശനുണ്ട്. അതുകൊണ്ടാണ് ഒരുമിച്ച് സുധാകരനുമായിട്ട് ഇരുന്നൊരു യോഗം ചേരാനുള്ള മാനസികാവസ്ഥ പോലും VD സതീശനില്ല. തുടർന്നാണ് അദ്ദേഹം KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത്. രാഷ്ട്രീയകാര്യ സമിതി യോഗം സുധാകരൻ മാറ്റിവെച്ചത്. അതുകൊണ്ട് ഇരു നേതാക്കളും തമ്മിലുള്ള തർക്കം അധികം രൂക്ഷമായി മുന്നോട്ട് പോകുന്നു. ഒരു വിഭാഗം യുവ നേതാക്കളെ മുൻനിർത്തി VD സതീശൻ ഒറ്റയ്ക്ക്
മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഈ സംഘർഷത്തിൽ AICC നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഏറെ നിർണായം. AICC നേതൃത്വത്തിലുള്ള ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇങ്ങനെ അനൈക്യമുള്ള നേതാക്കളുമായി തനിക്ക് തുടർന്നു പോകാൻ കഴിയില്ല, താൻ ഇനി കേരളത്തിന്റെ ചുമതല വേണമെങ്കിൽ ഒഴിയുന്ന കാര്യം അടക്കം ആലോചിക്കുമെന്നതാണ്. അതുകൊണ്ട് ഏത് തരത്തിലാണ് കാര്യങ്ങൾ അവസാനിക്കുക എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. അജിം ഷാ, ശരി, സമഗ്രമായ വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്. എന്തായിരുന്നാലും ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.